ബാലസാഹിത്യ നോവൽ ഡോക്ടർ കെ. ശ്രീകുമാർ. കുഞ്ഞൂട്ടൻ കാർലോ കൊളോഡയുടെ പ്രശസ്ത നോവലായ പിനോക്കിയോയുടെ സ്വാതന്ത്ര്യാവിഷ്കാരം. കുഞ്ഞൂട്ടൻ്റെ ബാക്കി ഭാഗം. വികൃതി കുഞ്ഞൂട്ടൻ. പാവം മഞ്ഞമുടിയൻ മുത്തച്ഛൻ. കൊടുങ്കാറ്റുപോലെ പായുന്ന കുഞ്ഞുകുട്ടന് ഒപ്പമെത്താൻ അദ്ദേഹത്തിനുണ്ടോ കഴിയുന്നു? എങ്കിലും പ്രതീക്ഷ കൈവിടാതെ അദ്ദേഹം നടപ്പു തുടർന്നു. അധികം കഴിയും മുമ്പേ ദേഹം വിയർത്തു കുളിച്ചു. നെഞ്ച് പതിവിലധികം ഉയർന്നു താണു. കുഞ്ഞൂട്ടനാകട്ടെ അത്യധികം ഉത്സാഹത്തോടെ ഓട്ടം തുടർന്നു. വഴിയരികിലെ വ്യത്യസ്തമായ കാഴ്ചകൾ അവനെ ഹരം കൊള്ളിച്ചു. വെറുതെയൊരു രസത്തിന് ഓടിത്തുടങ്ങിയതാണ്. ഇനി പോവുന്നിടത്തോളം പോകട്ടെയെന്ന് അവൻ നിശ്ചയിച്ചു. തന്നെ കാണാതെ മഞ്ഞമുടിയൻ മുത്തച്ഛൻ എത്ര വേദനിക്കുന്നുണ്ടെന്നും അവൻ ഓർത്തതേയില്ല. അവൻ്റെ ഓട്ടം കണ്ട് വഴിപോക്കൻ ആർത്തു ചിരിച്ചു. എന്നാൽ അവൻ വിചാരിക്കുന്നതുപോലെയല്ല കാര്യങ്ങൾ നടന്നത്. അവനും വിനയായത് സ്വന്തം കാലിലെ മരച്ചെരുപ്പുകൾ തന്നെ. ഓടുമ്പോൾ അവ വഴിയിലുരഞ്ഞ് വലിയ ശബ്ദം പുറപ്പെടുവിച്ചു. ആ ശബ്ദം കുതിരക്കുളമ്പടികൾ പോലെ തോന്നിച്ചു. അത് ദൂരത്ത് നിന്നേ കേൾക്കാനും കഴിഞ്ഞു. കവലയിൽ പാറാവ് നിന്ന നീതിപാലകൻ ഈ ശബ്ദം കേട്ടു. അനുസരണക്കേട് കുതിര യജമാനനെ വിട്ട് ഓടിപ്പോകുന്നതാകുമെന്നും അയാൾക്ക് തോന്നി. ഈ ഘട്ടത്തിൽ കുതിരയെ പിടികൂടി ഉടമക്ക് തിരിച്ചേൽപ്പിക്കുകയാണ് തൻ്റെ കടമയെന്ന് അയാൾക്കറിയാമായിരുന്നു. കുഞ്ഞൂട്ടൻ ഓടിവരുന്ന വഴിയിൽ വട്ടം നിന്ന് അയാൾ അവനെ തടഞ്ഞു. അതൊരു കുതിരയല്ലെന്നും ഇത്തിരി പോന്ന മരപ്പാവയാണെന്നും അറിഞ്ഞ് അയാൾ അമ്പരന്നു. തന്നെ വെട്ടിച്ചു കിടക്കാൻ നോക്കിയ കുഞ്ഞൂട്ടനെ അയാൾ സാമർത്ഥ്യത്തോടെ പിടികൂടി. അവൻ്റെ മൂക്കിൽ തൂക്കിയെടുത്ത് നടന്നുകൊണ്ട് നീതിപാലകൻ പുലമ്പി, എന്നോടാ നിന്റെ കളി? അല്പം കഴിഞ്ഞതും അവർ മഞ്ഞമുടിയൻ മുത്തച്ഛൻ്റെ അടുത്തെത്തി. വല്ലാതെ കിതച്ചിരുന്നെങ്കിലും കുഞ്ഞൂട്ടനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ഷീണമെല്ലാം പമ്പ കടന്നു. കുഞ്ഞൂട്ടനെ അദ്ദേഹത്തിന് നൽകി. അയാൾ പറഞ്ഞു, ദാ ഈ വികൃതിച്ചക്കൻ, ഇവനാള് വിളഞ്ഞ വിത്താണ്. എപ്പോഴും ഇവനുമേൽ ഒരു കണ്ണു വേണം. നീതിപാലകന് നന്ദി പറഞ്ഞു അദ്ദേഹം അവനെ വാങ്ങി. പഴയ ഓർമ്മയുള്ളതിനാൽ വീണ്ടും അവനെ നിലത്തുവെക്കാൻ മഞ്ഞമുടിയൻ മുത്തച്ഛൻ തുനിഞ്ഞില്ല. അവൻ്റെ ചെവിയിൽ പതുക്കെ തിരുമ്മിക്കൊണ്ട് അദ്ദേഹം വാത്സല്യത്തോടെ പറഞ്ഞു, എടാ വികൃതിച്ചക്ക, നിന്റെ ഈ അനുസരണക്കേടിനുള്ള ശിക്ഷ ഞാൻ തരുന്നുണ്ട്. ഇവിടെ വെച്ചല്ല, വീട്ടിലെത്തിയിട്ട്. സംഗതി അത്ര പന്തിയല്ല എന്ന് മനസ്സിലാക്കിയ കുഞ്ഞൂട്ടൻ അടുത്ത അടവെടുത്തു. അവനൊന്നു ഞെളിപിരി കൊണ്ടു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും വഴുതിയിറങ്ങി. പിന്നെ വഴിയുടെ നടുക്ക് നീണ്ടു നിവർന്നു കിടന്നു വലിയ വായിൽ കരയാൻ തുടങ്ങി.